ഞാൻ ഇന്നൊരു കൊള്ളി രസം ഉണ്ടാക്കാൻ പോണ കേട്ടോ. നിങ്ങൾ കഴിക്കില്ലേ ഞാൻ ഉണ്ടാക്കിയാല്? പിന്നെ താൻ തന്ന മുഴുവൻ ഞാൻ തന്നെ കഴിക്കണം. പറയൂ, എങ്ങനെ എന്റെ പരിപാടി ഉണ്ടാക്കണം? അതെ, കണ്ടു കൊള്ളി വെച്ചിട്ടാണ്. ഇങ്ങനെ ഞാനിപ്പോ ഒരു 1/4 കപ്പ് കൊള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ ചീഞ്ചട്ടിയിലിട്ടിട്ട് വറുക്കാൻ പോകണം. ഹോഴ്സ് ഗ്രാം അല്ലേ? ഹോഴ്സ് ഗ്രാം തന്നെ. അതിനെ ഞാൻ ഇതിലിട്ടിട്ട് നല്ലോണം ചീഞ്ചട്ടി ചൂടായ ശേഷം ഇതിലിട്ടിട്ട് കൊള്ളു വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് തുടുക്കട്ടെ. ഇപ്പം നല്ലൊരു മണം വരും. ഇപ്പം നോക്കൂ, കൊള്ളൊക്കെ നന്നായി ഒന്ന് തുടുത്തു. ഇനി ഇതിനെ ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം മിക്സിയിൽ കേട്ടോ. ഇപ്പം ഞാൻ ഈ കൊള്ളൊക്കെ പൊടിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകണമല്ലോ, ഇതിനെ ഇതങ്ങനെ വെള്ളത്തിലേക്ക് ഞാൻ ഇടാൻ പോകണം കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലേക്ക് മുഴുവൻ കൊട്ടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, കുറച്ച് പുളി, കുറച്ച് മഞ്ഞൾ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. പിന്നെ ഞാൻ പറയണ്ടേ, ഈ കൊള്ള് ഇങ്ങനെ രസം എന്ന് പറഞ്ഞാലും സൂപ്പ് എന്ന് പറഞ്ഞാലും ഒക്കെ കുടിക്കാം. ഇത് പ്രത്യേകിച്ച് നല്ല തൊപ്പ വയറുള്ളവർക്കൊക്കെ വയറ് പോകാനേ ഈ കൊള്ള് രസം അതിഗംഭീരമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ്. ഏറ്റവും ബെസ്റ്റ് ആരോഗ്യകരമായിട്ട് ഇത് ആഴ്ചയിൽ 2-3 ദിവസം കഴിച്ചാലുണ്ടല്ലോ, വയറ് കൂടുന്നവർക്കൊക്കെ വയറിങ്ങനെ നല്ലോണം കുറയും. ഇത് തിളക്കട്ടെ. അതെ, ഇനി ഇത് തിളക്കണ വഴി കൊണ്ട് നമുക്കൊരു രസം മസാല തയ്യാറാക്കാം. ഈ രസം പൊടിച്ചതിൽ തന്നെ ഒരു 3 മുളക്, ഒരു 5-6 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ജീരകം, ഇതെല്ലാം കുറച്ച്. ഇനി ഞാൻ കണക്ക് എന്ന് പറയാനില്ല. അതൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ നമ്മളുടെ ഒരു കഷ്ണം കായും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിങ്ങനെ നന്നായി ഒരു കോഴ്സായിട്ട് ഇങ്ങനെ പൊടിക്കുകയില്ല, അങ്ങനെ ഒന്ന് ചതച്ചിട്ട് വരാം ഇതിൻ്റെ മണം കീപ്പപ്പ് ചെയ്യാൻ. ഇപ്പം ഞാനിത് ഉറപ്പായിട്ടിങ്ങനെ ഒരു എന്താ പറയുക ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കൊള്ളി രസം തിളയ്ക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഇതിലേക്ക് ഇടുകയാണ്. നല്ല ഒരു മണമാണ്. അയ്യോ, ഇതെന്തൊരു മണം അറിയോ വരുന്നത്? ഗം മണമാണ്. ഇതൊന്ന് തിളക്കട്ടെ. ഈ തിളയ്ക്കുന്ന നല്ല ഇടയിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഇപ്പോൾ കൊള്ളി രസം നല്ല റെഡിയായി. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുകയാണ്. ഓഫ് ചെയ്തു. എന്നിട്ട് കുറച്ച് മല്ലിയില. ഇത് ഇട്ട ഉടനെ വേഗം ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി ഞാനതിലേക്കൊരു വറവിടട്ടെ. ഞാനൊരു വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരിത്തിരി കായ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കായ, ഇതെല്ലാം കൂടി ഞാൻ അതിലേക്കൊന്ന് വറവിടുകയാണ്. എൻ്റെ കൊള്ളി രസം ഗംഭീരമായി. ഇനി കൂട്ടുകാരെ, ഇത് അടിപൊളിയാണ്. ഇത് വെറുതെ കുടിക്കാം, സൂപ്പ് മാതിരി രസം. ഇപ്പോൾ കൊള്ളി രസം ഉഗ്രൻ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. കൊള്ളുപ്പേരി നമ്മൾ കഴിക്കുമില്ല എന്നല്ല ഞാൻ പറയണേ. അടിപൊളി ടേസ്റ്റാണ്. ഈ നല്ല തണുപ്പും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ കൊള്ളി രസം ഇങ്ങനെ ഇടയ്ക്ക് കുടിച്ചാൽ ചോറിൻ്റെ കൂടെയും കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ വിശന്നിട്ട് കാത്തിരിക്കുന്നുണ്ട് ഓരോരുത്തർ. ഞാൻ വേഗം ചോറൂണാൻ വിളമ്പിയിട്ട് രസവും ചോറും കൂടെ കാണിക്കാം കേട്ടോ. ഇപ്പം രസം കൂട്ടിയിട്ട് ഒരു ശാപ്പാട് അടിപൊളിയാണ് കേട്ടോ ഈ കൊള്ളി രസം. പിന്നെ ചീരപ്പേരി ഉണ്ട്. എല്ലാ ദിവസവും ആകെ 2 ദിവസം വരും. ഉള്ളിയച്ചാറ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ കൊള്ളി രസത്തിന് എല്ലാം കണ്ടിട്ട് അതേമാതിരി ചെയ്യാം.